നമസ്കാരം സുഹൃത്തുക്കളെ. പനി കാരണം മിണ്ടാൻ മേലാതിരിക്കുക. എന്നാലും ഇന്ന് മോഹൻലാലിൻ്റെ അമ്മ മരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തെ വിളിക്കുന്നത് ലാലു എന്നാണ്. അപ്പോൾ അത് കണ്ടപ്പം എനിക്കും ചെറിയൊരു നൊസ്റ്റു ഫീൽ ചെയ്തു. അതായത് എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നത് അമ്പി എന്നാണ്. അമ്പിളി എന്നുള്ള എൻ്റെ ഷോർട്ട് ഫോം അമ്പിന്ന്. സത്യം പറഞ്ഞാൽ ആ വിളി വേറെ ആരും എന്നെ വിളിച്ചിരുന്നില്ല. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി എന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ അമ്പീന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു ഇനി എന്നെ ആരും അങ്ങനെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം എനിക്കത് അദ്ദേഹം മാത്രം വിളിച്ചിരുന്ന ഒരു പേരാണത്. എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു അത്. ആ പ്രിയപ്പെട്ട പേര് വിളിച്ച് എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ സ്നേഹപൂർവ്വം എന്നെ വിളിച്ചിരുന്ന ഒരു പേരായിരുന്നു. അതായത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞറിയിക്കാൻ, എല്ലാ അച്ഛനമ്മ മക്കളെ പോലെ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹബന്ധം അച്ഛനുമായിട്ട് എനിക്കുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം അതിനുള്ള അവസരം വരുമ്പോൾ. ഇപ്പോൾ ഈ പേരിനെക്കുറിച്ചാണ്. അപ്പോൾ എന്നെ വളരെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ഒരാൾ, അമ്പി എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഒരാൾ എൻ്റെ അച്ഛനാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് പോകുമ്പം ആ സ്നേഹം കൈവിട്ടു പോയെന്ന് ചോദിച്ചാൽ ശരിക്കും എപ്പോഴൊക്കെയോ നമ്മൾ ചിലപ്പോഴൊക്കെ അത് ഫീൽ ചെയ്യാറുണ്ട്. പിന്നീടെന്നല്ല, പിന്നെ എന്നെ അങ്ങനെ വിളിച്ചിരുന്നത് എടി മോളെ അമ്പി, ഇങ്ങനെ 3 കൂട്ടിയാണ്. എടി മോളെ അമ്പി അങ്ങനെ വിളിക്കുന്ന അങ്കിളാണ് എൻ്റെ രമേശ് അങ്കിളാണ്. 2 അമ്മമാരാണുള്ളത്. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് അവരവരുടെ മക്കളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചിട്ടുണ്ടാവുമെന്ന്. കാരണം അവരുടെ കൊച്ചിലെ നാളിലെ ഈ ജോലിയൊന്നും ഇല്ലാതെ നടക്കുന്ന സമയത്ത് അവരെവിടെ പോയാലും കൊണ്ടുപോകുന്നത് തന്നെയായിരുന്നു. എന്ത് കാര്യത്തിനുണ്ടെങ്കിലും കൂട്ടുന്നതിൻ്റെ, എന്ത് വാങ്ങിയാലും അതിലൊരു പങ്കരിക്കായിരുന്നു. അവർക്ക് പിന്നെ മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ ജോലി സംബന്ധമായിട്ടൊക്കെ പോയതുകൊണ്ട് അവർക്ക് അവരുടെ മക്കളെ അങ്ങനെയൊന്നും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ എന്നെ എടുത്തുകൊണ്ട് പോയതും എന്നെ സ്നേഹിച്ചതുപോലെയും ഒരു പക്ഷേ അവർക്കാർക്കും അവരുടെ മക്കളെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്. അപ്പം വിജയനങ്ങൾ മരിച്ചു, എന്നാലും വിജയനങ്ങളുടെ പെറ്റ് ഞാൻ തന്നെയായിരുന്നു. തിരിച്ചെന്തൊക്കെ വന്നാലും എപ്പോഴും ഞാൻ തന്നെയായിരുന്നു പുള്ളിയുടെ പെറ്റ്. അതേപോലെ തന്നെ രമേശങ്ങളും. അങ്കിളിപ്പോൾ പ്രായമായി, ഞാൻ ഇടയ്ക്കൊക്കെ പോയി കാണും. കഴിഞ്ഞ ദിവസം പോയി കണ്ടു. എന്നാലും കണ്ണുമ്പോൾ ഉടനെ എടി മോളെ അമ്പി എന്ന് വിളിക്കും. അതൊരു സുഖമാണ് കേൾക്കുമ്പോൾ. കാരണം അത് വേറെ ആരും വിളിക്കുന്നില്ല അങ്ങനെ ഒരു പേര്. അപ്പോൾ പലർക്കും ഇങ്ങനെയുള്ള പെറ്റ് നെയിംസ് ഉണ്ട്. എൻ്റെ ആങ്ങളെ വിളിക്കുന്നത് കുട്ടൻ എന്നാണ്. ശരിക്കും അവൻ്റെ പേര് നല്ലൊരു മനോഹരമായ പേരുണ്ട്, അംബരീഷ് എന്ന്. അത് പലർക്കും അറിയില്ല. അവൻ്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ അതറിയുള്ളൂ. കുട്ടൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അവനെ. മിക്കവരും ഞങ്ങളുടെ നാട്ടിലൊക്കെ കുട്ടൻ എന്നാണ് വിളിക്കുക. അപ്പോൾ കുട്ടൻ കട്ടൻ കാപ്പി കുടിച്ചു, ഗുസ്തി പിടിക്കാൻ പോയൊരു നേരം ഗുസ്തിക്കാരൻ കുട്ടിയൊരുത്തൻ കുട്ടാനിട്ടൊരു തട്ടു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ഇടയ്ക്ക് കളിയാക്കാറുണ്ട്. അതുപോലെ തന്നെ ചേച്ചിയുടെ പേര് കവിത എന്നാണ്, കവിത. പക്ഷേ അവൾക്ക് ഈ പറഞ്ഞ അവൾ ഉണ്ടായി ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പെറ്റായിട്ട് പൊന്നുമണി, നല്ല കാണാനൊക്കെ നല്ല സുന്ദരിയായിരുന്നു. അതുകൊണ്ട് തന്നെ പൊന്നുമണി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചേച്ചിയെ കളിയാക്കി ഞങ്ങൾ പൊന്നുമണി, തങ്കമണി, കടുകുമണി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കളിയാക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വിളിപ്പേരുകളും അതിൻ്റെ കുറേ കളിയാക്കലുകളും, എന്നെ അമ്പി എന്ന് വിളിക്കുന്നതിന് പകരം കമ്പിളി നാരങ്ങ, കമ്പി എന്നൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്. കമ്പിളി എന്നൊക്കെ വിളിക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ കുട്ടനും അവളും ഒക്കെ ചേച്ചിയൊക്കെ ആണെങ്കിൽ ദേഷ്യപ്പെടുമ്പോഴും പൊടി കമ്പിളി നാരങ്ങ അങ്ങനെയൊക്കെ വിളിച്ച് തന്നെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ദേഷ്യമാണ് അല്ലേ. ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ പേരൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ച് വിളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ ഇപ്പം എൻ്റെ മക്കളുണ്ടായപ്പോൾ അവർക്ക് ദേവദത്ത്, കൃഷ്ണദത്ത് എന്നൊക്കെ പേരിട്ടു. പക്ഷേ കൊച്ചിലെ വിളിക്കാനുള്ള ക്യൂട്ട്നെസ്സൊക്കെ കാണുമ്പോൾ ഞാൻ മൂത്ത ആളെ ഉണ്ണിക്കണ്ണൻ, രണ്ടാമത്തെ ആളെ കൃഷ്ണനുണ്ണി എന്നൊക്കെ പേരിട്ടു. പക്ഷെ അവന്മാരുടെ സ്വഭാവത്തിൻ്റെ ആ ഗുണം കൊണ്ട് പലപ്പോഴും നമുക്കത് കൃത്യമായിട്ട് വിളിക്കാനുള്ള അവസരം അവർ തരാറില്ല. കാരണം ആൺപിള്ളേരല്ലേ, കുസൃതിയൊക്കെ കൂടുതലായതുകൊണ്ട് എടാ ഉണ്ണിക്കണ്ണ എന്നൊക്കെ വിളിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ പട്ടക്കയിൽ 2 പൊട്ടിയിലൊക്കെ കൊടുത്തു കഴിയും. അപ്പോൾ ഇങ്ങനെ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചത് എല്ലാവരെ പോലെ തന്നെ വിഷമം തരുന്ന കാര്യങ്ങളാണ്. നമുക്കും ഇതുപോലെയുള്ള അവസരങ്ങൾ അല്ലേ. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 30 വർഷമായി, അമ്മ മരിച്ചിട്ട് 3 വർഷമായി. അപ്പം നമ്മളെല്ലാം ഇതേപോലെയുള്ള ദുഃഖ സമയത്തൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പറഞ്ഞാൽ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനാഥരാണ്. പിന്നെ ആർക്കും നമ്മളോട് അത്രയ്ക്കൊരു സ്നേഹമൊന്നും വേറെ ആർക്കും, ഇപ്പോൾ ഭർത്താവിനാണെങ്കിലും മക്കളാണെങ്കിൽ പോലും
ഒരിക്കലും ആ ഒരു സ്നേഹമൊന്നും നമ്മളോട് ഒരിക്കലും ഉണ്ടാവില്ല. ശരിക്കും അച്ഛനും അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനാഥരാണ്. ഞാൻ മിക്കവാറും അതിങ്ങനെ പറയാറുമുണ്ടാവും. അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ അനാഥയാണ്, അച്ഛനും അമ്മയും മരിച്ചു പോയെന്ന് ഞാൻ പലരോടും തമാശയായിട്ട് പറയാറുണ്ട്. പക്ഷെ അത് എത്രമാത്രം ഉൾക്കൊണ്ടിട്ട് എത്രമാത്രം ഫീൽ ചെയ്തിട്ടാണ് പറയുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കത്തില്ല. പറയുമ്പോൾ പറഞ്ഞു പോകും, പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ പലപ്പോഴും മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാനും അമ്മച്ചിയും തമ്മിൽ എപ്പോഴും വഴക്കാം. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ല സത്യത്തിൽ. പക്ഷേ അവർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കടി പിള്ളേരെന്തിയേ, അല്ലെങ്കിൽ എന്നെ വെച്ചിന്ന് ഇന്ന് കടയിൽ പോയില്ലേ, പോകുന്നില്ലേ, അങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മളിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിൻ്റെയൊക്കെ വില മനസ്സിലാകുന്നത്. സത്യത്തിൽ ജീവിച്ചിരിക്കുമ്പം പലരും നമ്മൾ പറയുന്ന പോലെ തന്നെ ജീവിച്ചിരിക്കുമ്പം എന്നെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല, അത് പോയി കഴിയുമ്പോഴാണ് നമ്മളത് അറിയുന്നതെന്ന് പറയുന്നത് എത്ര യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം മോഹൻലാലിൻ്റെ ഭാഗത്തും ഉണ്ടായി. എന്നാലും ഇത്രയും പ്രായം വരെ 90 വയസ്സ് വരെ ആ അമ്മയുടെ കൂടെ ജീവിക്കാൻ സാധിച്ചത് അദ്ദേഹം ഭാഗ്യവാനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ 21ാമത്തെ വയസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചതാണ്. അത് കഴിഞ്ഞ് ഞാൻ അനുഭവിച്ച ജീവിതത്തിലെ വേദനകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ഇപ്പം ചിന്തിക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നും. അതൊരു മായാലോകം പോലെ തോന്നും, സർവ്വം മായ പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വീട്ടിൽ നമ്മൾ വിളിക്കുന്ന ചില കുസൃതി പേരുകളും നമ്മുടെ അച്ഛനും അമ്മമാരും മാത്രം വിളിക്കുന്ന ചില പേരുകളും ഒക്കെയുള്ള ആൾക്കാർ എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് നിങ്ങളെ ആ വിളിച്ചിരുന്ന വിളിപ്പേരുകൾ മാത്രം, വേറൊന്നും വേണമെന്നില്ല, സമയമില്ലാത്തവർ ആ വിളിപ്പേരുകൾ മാത്രം, ചിലപ്പോൾ ചില വിചിത്രമായ പേരുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം മനോരമ പത്രത്തിൽ വന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവരുടെ വിചിത്രമായി A-Z എന്നാണ് ഒരു കുട്ടിയുടെ പേര്. അയാൾ മരിച്ചുപോയി എന്നാണ് അന്ന് എനിക്ക് ഇതിൽ അങ്ങനെ ഒരുപാട് സത്യം പറഞ്ഞാൽ അത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ. ഒരുപാട് പേരുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. അതേപോലെ പണ്ട് ബാലരമയ്ക്കകത്ത് വന്ന ബാലരമയാണോ ബാലഭൂമിക്കകത്താണോ, പരീക്ഷാക്കാലമാണ് അന്ന്, ഈ ബാലരമയും ബാലഭൂമിയൊക്കെ വായിക്കുന്ന സമയമാണ്. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു സാഹിത്യകാരൻ കൊച്ചിനിട്ട പേര് പറയുമ്പം കേട്ട് നിന്ന ആൾ ഡിമ്മെന്ന് പറഞ്ഞ് താഴെ വീഴുന്ന ഒരു സംഭവം. അപ്പോൾ ഈ പേര് ഞാനും ചേച്ചിയും ആങ്ങളെയും കൂടെ മത്സരിച്ച് പഠിക്കുകയാണ്. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക പവന പവിത്ര തിരുവവതാര ശീക്രഗമനാഥ ഭട്ട, അവസാനം ഢുമ്മുണ്ട്. അത് കേട്ട് നിന്നോൻ തലകറങ്ങി താഴെ വീഴുന്ന ശബ്ദമാണ്. അപ്പം ഞങ്ങൾ ഈ പരീക്ഷാ സമയത്ത് ഞങ്ങൾ മത്സരിച്ചിത് പഠിക്കുമ്പം ചാച്ച വന്നിട്ട് ഇങ്ങനെ പുറകിൽ നിന്ന് നോക്കിയിട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് പരീക്ഷാ സമയത്ത് അവർ പഠിക്കുന്ന കണ്ടില്ലെന്നൊക്കെ ദേഷ്യപ്പെട്ട് പോയൊരു കഥ പെട്ടെന്ന്. ഇതൊക്കെ നമ്മളിത് ഓരോന്നും അറിയുമ്പോഴാണല്ലോ നമുക്കിതൊക്കെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ആ പേര്, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക പവന പവിത്ര തിരു അവതാര ശീക്രഗമനാഥ ഭട്ട ഢുമ്മെന്നും കൂടെ ഞങ്ങളങ്ങ് പഠിച്ചു. ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തമാശയോ അല്ലെങ്കിൽ ദുഃഖങ്ങളോ അല്ലെങ്കിൽ ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ വീട്ടിലേക്ക് തന്നെ, അപ്പം നമുക്കൊക്കെ ഇത് ഷെയർ ചെയ്യാൻ ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. നമ്മളിതൊക്കെ നമ്മുടെ ഈ പഴങ്കഥയൊക്കെ കേൾക്കാൻ വേറെ ആരാണുള്ളത് അല്ലേ? അപ്പോൾ അതിനുവേണ്ടി ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ ഷെയറോ കമൻറ്റോ ഒക്കെ ചെയ്യാം, അതിനൊന്നും എനിക്കൊരു വിഷയമില്ല. പക്ഷേ നിങ്ങളെ വിളിച്ചിരുന്ന ആ പേര് അത് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ സ്നേഹം തരിക. ഓക്കെ, ബൈ.